പുതിയ അധ്യയന വർഷം തുടങ്ങുന്നതിന് മുന്നോടിയായി വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായുള്ള സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് പരിശോധന പാലക്കാട് ആരംഭിച്ചു. ആർടിഒ ഓഫീസിന്റെ നേതൃത്വത്തിൽ പ്രത്യേക ക്യാമ്പ് നടത്തിയാണ് പരിശോധന പുരോഗമിക്കുന്നത്. പാലക്കാട് വിക്ടോറിയ കോളേജ് ഗ്രൗണ്ടിലാണ് സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് പരിശോധന നടക്കുന്നത്. സർക്കാർ, എയ്ഡഡ്, അൺഎയ്ഡഡ്, CBSE സ്കൂളുകളിലെ വാഹനങ്ങളാണ് പരിശോധന നടത്തിയത്. വാഹനത്തിന്റെ പൊതുവായ പ്രവർത്തനക്ഷമത, പഴക്കത്തിനനുസരിച്ചുള്ള അറ്റകുറ്റപ്പണികൾ എന്നിവയോടൊപ്പം വേഗപ്പൂട്ട്, GPS, പ്രഥമ ശുശ്രൂഷ കിറ്റ്, അഗ്നിശമന ഉപാധികൾ എന്നിവയും കൃത്യമായി പരിശോധിച്ചു. സ്കൂൾ ബസ്സുകളിൽ GPS ഘടിപ്പിച്ച വിദ്യാവാഹന ആപ്പിലെ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ച വാഹനങ്ങളാണ് പരിശോധിച്ചത്. പരിശോധനയിൽ സുരക്ഷാ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് കണ്ടെത്തിയ വാഹനങ്ങൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ചെക്ക്ഡ് ഓക്കെ എന്ന പ്രത്യേക സ്റ്റിക്കർ പതിപ്പിച്ചു. ജൂൺ മാസത്തിൽ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ ഈ സ്റ്റിക്കർ ഇല്ലാത്ത ഒരു സ്കൂൾ ബസ്സും സർവീസ് നടത്താൻ അനുവദിക്കില്ലെന്ന് RTO വ്യക്തമാക്കി. ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് പരിശോധിക്കുന്നത് വാഹനങ്ങളുടെ മെക്കാനിക്കൽ കണ്ടീഷനാണ്. വാഹനങ്ങളുടെ മെക്കാനിക്കൽ കണ്ടീഷൻ എന്ന് വെച്ചാൽ നമ്മളുടെ വാഹനങ്ങളുടെ എല്ലാ മെക്കാനിക്കലി വരുന്ന എല്ലാ ഭാഗങ്ങളുടെയും ഇത് പ്രത്യേകിച്ചും മഴക്കാലവുമായി ബന്ധപ്പെട്ടിട്ട് വാഹനങ്ങളുടെ ടയറുകൾ, അതിൻ്റെ വിൻഡോസ്, അതിൻ്റെ വൈപ്പർ മോട്ടറുകൾ, പിന്നെ അതോടൊപ്പം തന്നെ പൊതുവെയുള്ള സ്പീഡ് ഗവർണർ, അങ്ങനെയുള്ള ഇതെല്ലാം നമ്മൾ മെക്കാനിക്കലി വരുന്ന എല്ലാ ഭാഗങ്ങളുടെയും വിശദമായ പരിശോധനയാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗവൺമെൻറ് ഇപ്പോൾ പുതുതായിട്ട് നിഷ്കർഷിച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതായത് GPS വാഹനങ്ങൾക്കെല്ലാം ഉണ്ടാവണം, അത് വർക്ക് ചെയ്യണം. അതുപോലെ തന്നെ ബ്ലൈൻഡ് സ്പോട്ട് മിററുകൾ, എല്ലാ സ്കൂൾ വാഹനങ്ങൾക്കും ബ്ലൈൻഡ് സ്പോട്ട് മിററുകൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്യാമറകൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വിദ്യാവാഹന ആപ്പിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നു. അതുപോലെ തന്നെ വാഹനങ്ങളുടെ എമർജൻസി എക്സിറ്റുകൾ, ഇനിയിപ്പോൾ ഒരു ചെറിയ ഒരു അപകടം എന്തെങ്കിലും ഉണ്ടായാൽ പോലും കുട്ടികളെ അതിനകത്ത് ഇവാക്യുവേറ്റ് ചെയ്യുന്നത് നമ്മൾ എമർജൻസി എക്സിറ്റുകൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ആ എമർജൻസി എക്സിറ്റുകളെല്ലാം ശരിയായ രീതിയിലാണോ ഉള്ളത്, അത് അകത്തുനിന്നും പുറത്തുനിന്നും തുറക്കാൻ പറ്റുന്ന രീതിയിലാണോ ഉള്ളത് എന്നുള്ള കാര്യം പരിശോധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഫയർ എക്സ്റ്റിങ്ക്വിഷർ വാഹനങ്ങളിൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഫയർ എക്സ്റ്റിങ്ക്വിഷറുകൾ നിലവിൽ സാധ്യത ഉള്ളവയാണോ, അതുപോലെ ഫസ്റ്റ് എയ്ഡ് ബോക്സുകൾ വാഹനങ്ങളിലുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പൊതുവെ ഈ പരിശോധനയുമായി ബന്ധപ്പെട്ടിട്ട് നടത്തുന്നത്. പല വാഹനങ്ങളും നമുക്ക് ഇന്ന് വന്ന 30ഓളം വാഹനങ്ങളിൽ പരിശോധിച്ചവരും ഏകദേശം ഒരു 10-ൽ താഴെ വാഹനങ്ങൾക്ക് മാത്രമേ നമുക്കത് കറക്റ്റായി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കി പല വാഹനങ്ങൾക്കും ചെറിയ ഡിഫക്റ്റുകളുണ്ട്. ഈ ഡിഫക്റ്റുകൾ തീർത്ത് നമ്മൾ രണ്ടാമത് ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവർ ഹാജരാക്കുന്ന മുറയ്ക്ക് നമ്മൾ ഈ സ്റ്റിക്കറുകൾ അവർക്ക് ഇഷ്യൂ ചെയ്യുന്നതായിരിക്കും. മെയ് 23-നും പരിശോധന തുടരും. വാഹന പരിശോധനയ്ക്ക് പുറമെ സ്കൂൾ ബസ് ഡ്രൈവർമാർക്കും അറ്റൻഡർമാർക്കുമായി പ്രത്യേക സുരക്ഷാ പരിശീലനവും വരും ദിവസങ്ങളിൽ നൽകും. ലഹരി ഉപയോഗം, റോഡ് സേഫ്റ്റി, കുട്ടികളുടെ സുരക്ഷ, സമൂഹ മാധ്യമങ്ങളുടെ ഇടപെടൽ, സ്കൂൾ ബസിൽ ആയമാരുടെ ആവശ്യം തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസ് എടുക്കും. UTV ന്യൂസ്, പാലക്കാട്.